ഹലോ ഓൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു വെള്ളരിക്കൂട്ടം കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്താ ഈ സംഭവം എന്ന് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? എവിടെ നിന്നറിയാനല്ലേ. ഇത്രയും വലിയൊരു സമരം നമ്മുടെ തൃശ്ശൂരിൻ്റെ മധ്യത്തിൽ നടന്നിട്ട് ആരെങ്കിലും അറിഞ്ഞോ? ഇത്രയും വലിയൊരു ആൾക്കൂട്ടം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് നോക്കിയേ, എന്തോരം ജനങ്ങളാണ്. അതും ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര പറയണ്ടാന്ന് വെച്ചിട്ടും എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് അത്രയ്ക്കും എന്താ പറയുക, സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളോട് കാണിച്ച ഈ ഒരു അവഗണന അത് ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. ഇത്രയും വലിയൊരു സമരം അവിടെ നടന്നിട്ട് ഏതെങ്കിലും ഒരു മാധ്യമം ഇത് കവർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഒരു 5 ആൾക്കാർ നടന്നു പോകുന്ന ഒരു ജാഥയാണെങ്കിൽ പോലും അവരത് ഫുള്ള് വലിയ കാര്യമായിട്ട് കൊട്ടിഘോഷിക്കും. ഇതിനൊക്കെ റീസൺ ഉണ്ടാകും. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അത്രയധികം പൈസ ചിലപ്പം വാങ്ങിച്ചിട്ടുണ്ടാവുമായിരിക്കും ഇത് കവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടിട്ട് അവിടെ ആ പൊരിവെയിലത്ത് കിടന്നിട്ട് ഈ മാർച്ച് ചെയ്തിട്ടും ഞങ്ങൾ വേറൊന്നും അല്ലല്ലോ പറയുന്നത്. ഒരു സാധാരണക്കാരൻ്റെ അവകാശമല്ലേ അവൻ ചെയ്യുന്ന ജോലിക്ക് മാന്യമായിട്ടുള്ളൊരു കൂലി എന്ന് പറയുന്നത്. അത് എന്താ പറയുക, എനിക്ക് ശരിക്കും പറയാൻ തന്നെ പറ്റുന്നില്ല. കാര്യം അത്രയ്ക്ക് സങ്കടമുണ്ട്. ഞങ്ങളുടെ കഷ്ടപ്പാട് ശരിക്കും ആർക്കും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ഒരു എന്താ പറയുക, അത്യാപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നേഴ്സസ് ഡേ വരണം, അന്ന് ഞങ്ങൾ മാലാഖമാരാണ്. അല്ലെങ്കിലോ വെറും ബംഗാളികൾ. ബംഗാളികളെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അവർക്കിപ്പം മാന്യമായിട്ടുള്ള കൂലിയൊക്കെ ഉണ്ട്. അവർ നോക്കുമ്പോൾ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നതേ അവർക്ക് ഗൾഫിലൊക്കെ പോയതുപോലെയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ എന്താ പറയുക, മര്യാദയ്ക്കൊരു ശമ്പളം കിട്ടുവാണെങ്കിൽ ആരെങ്കിലും ഈ ഫാമിലീനെയും വിട്ട് ഈ നാടും വിട്ടിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് കഷ്ടപ്പെടുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? കഷ്ടപ്പെടുകയെന്നല്ല കേട്ടോ, ഇവിടത്തേക്കാളും എത്രയോ ബെറ്ററാണ്. ഇതേ പണി തന്നെ അവിടെ ചെയ്യുന്നു, പക്ഷേ ഇവിടെ കിട്ടുന്നതിൻ്റെ എത്രയോ മടങ്ങ് സാലറി നമുക്ക് അവിടെ കിട്ടുന്നു. അതുകൊണ്ടാണല്ലോ എല്ലാവരും അങ്ങോട്ടേക്ക് ചേക്കേറുന്നത്. എന്നാലും നിങ്ങൾ നോക്കിയേ, ഇത് ആയിരങ്ങളോ പതിനായിരങ്ങളോ അല്ല, 15,000-ലധികം ആൾക്കാരാണ് അന്ന് ഞങ്ങളുടെ സമരത്തിൽ പങ്കെടുത്തത്. അന്ന് ആർക്കും അതിൻ്റെ വില മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 1/3 സ്റ്റാഫ് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ, അതായത് ഒരു പേഷ്യൻറ്റിനോ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനോ പോലും ഒരു ഇളക്കം തട്ടിയിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ബാക്കിയുള്ള ഞങ്ങൾ ഡബിൾ ഡ്യൂട്ടി എടുത്തിട്ടാണ് ഇവിടെ എല്ലാം മാനേജ് ചെയ്തത്. അതുകൊണ്ട് അവർക്കതൊരു വിഷയമല്ല. അപ്പം ഞങ്ങളുടെ കഷ്ടപ്പാടും കൂടെ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി ഞങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് തരും എന്നുള്ള വാഗ്ദാനമല്ല വേണ്ടത്, പ്രഖ്യാപനമാണ്. അതുവരെ ഞങ്ങൾ പിന്നോട്ടില്ല.